ബംഗ്ലാദേശുമായി ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന ടി20 പരമ്പരയിൽ ഇന്ത്യക്കു വേണ്ടി മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണറായി കളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഞ്ജുവിന് ഈ റോൾ ലഭിച്ചേക്കില്ലെന്നും പകരം മറ്റൊരാളാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വരിക എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ സാബ കരീം. ഇതിന്റെ കാരണം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. 3 മത്സരങ്ങളുടെ ടി20 പരമ്പരയിലെ ഒരേയൊരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ യുവതാരം അഭിഷേക് ശർമ്മയാണ്. ഇതേ തുടർന്നാണ് ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയെ തിരയേണ്ടതായി വന്നിരിക്കുന്നത്. സഞ്ജുവായിരിക്കും ഓപ്പണിലേക്ക് വരുന്നതെന്ന സൂചനകൾ ശക്തമാണ്. ഇതിനിടെയാണ് ഈ നീക്കം സംഭവിച്ചേക്കില്ലെന്ന് കരീം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജിയോ സിനിമയുടെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശുമായുള്ള ടി20 പരമ്പരയിൽ സഞ്ജു സാംസണിന് പകരം യുവ ഫിനിഷർ റിങ്കു സിംഗ് ആയിരിക്കും ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കുക എന്നാണ് സാബ കരീമിന്റെ നിരീക്ഷണം. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ടി20 പരമ്പരയിൽ റിങ്കു സിംഗ് ഓപ്പണറായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യൻ ടീമിനായി ഇതുവരെ റിങ്കുവിന് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ നോക്കിയാൽ അദ്ദേഹം 6-മനായോ 7-മനായോ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ബാറ്റിംഗിൽ തന്റെ കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കാൻ മതിയായ ബോളുകൾ റിങ്കുവിന് ഇനിയും ലഭിച്ചിട്ടില്ല. റിങ്കു സിംഗ് ഒരു കംപ്ലീറ്റ് പ്ലെയറാണ്. കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും കൂടുതൽ ബോളുകൾ നേരിടാൻ സാധിക്കുകയും ചെയ്താൽ ടീമിന് കൂടുതൽ മൂല്യമേകാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ടി20 പരമ്പരയിൽ റിങ്കു അഭിഷേക് ഓപ്പണിംഗ് കോമ്പിനേഷൻ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നും കരീം വ്യക്തമാക്കി. റിങ്കു സിംഗ് കരിയറിൽ ഇതുവരെ ഒരു ഫോർമാറ്റിലും ഒരു ടീമിന് വേണ്ടിയും ഓപ്പണറായി കളിച്ചിട്ടില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരിയറിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത ഏറ്റവും ഉയർന്ന പൊസിഷൻ 3-ാം നമ്പറാണ്. കഴിഞ്ഞ IPL സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടിയാണ് റിങ്കു 1 ഡൗണായി ബാറ്റ് ചെയ്തത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയായിരുന്നു ഇത്. 11 ബോളിൽ 11 റൺസെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടി20 പരമ്പരയിൽ റിങ്കുവിനെ ഓപ്പണറാക്കിയുള്ള ചൂതാട്ടത്തിന് ഇന്ത്യ മുതിരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. സഞ്ജു സാംസണിന്റെ കാര്യമെടുത്താൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മാത്രമല്ല IPLലും അദ്ദേഹം കുറച്ചു മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ചു കഴിഞ്ഞു. ഈ വർഷം ദേശീയ ടീമിനായി 2 തവണയാണ് സഞ്ജു ഓപ്പണറായത്. 2ലും അദ്ദേഹം ഫ്ലോപ്പാവുകയും ചെയ്തു. ടി20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഏക സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയാണ് സഞ്ജു ആദ്യം ഓപ്പൺ ചെയ്തത്. പക്ഷേ ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയായിരുന്നു. അതിനുശേഷം ശ്രീലങ്കയുമായുള്ള അവസാന ടി20 പരമ്പരയിലും അദ്ദേഹത്തിന് ഓപ്പണിംഗിലേക്ക് പ്രമോഷൻ ലഭിച്ചു. എന്നാൽ ടി20യിൽ ഇന്ത്യക്കായി സഞ്ജുവിന്റെ കന്നി 50 ഓപ്പണറായി കളിച്ചപ്പോഴായിരുന്നു. അയർലൻഡിനെതിരെയായിരുന്നു ഇത്. IPLൽ രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കായി ഇതിനകം 23 മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പണറായിട്ടുണ്ട്. ഇവയിൽ നിന്നും 135 സ്ട്രൈക്ക് റേറ്റിൽ 559 റൺസും സഞ്ജു സ്കോർ ചെയ്തു. 3 50കൾ ഇതിലുൾപ്പെടും.